എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ് പൊറ്റക്കാട്, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ബൈ മനോജ്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ദുഃഖത്തോടു കൂടിയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നത് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും നിതിൻ രാജിൻ്റെ കോളേജിലുണ്ടായ ഇൻസിഡൻറ്റിന് ശേഷം അവൻ്റെ മരണം, അതുമാതിരി എത്രയോ കോളേജുകളിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ അന്വേഷിച്ചറിയാൻ ആരും ശ്രമിക്കുന്നില്ല. ഒരെണ്ണം നടന്നാൽ തന്നെ അതിന് തക്കതായ ശിക്ഷ കിട്ടുന്നില്ല. അതൊക്കെ പല വഴിക്ക് ടേൺ ചെയ്തു പോവുകയാണ്. അതുപോലെ അതിന് ശേഷം ഇപ്പോൾ ഒരു ബാറിൽ വെച്ചുണ്ടായ ഒരു തർക്കം തീർക്കുന്നതിലിടയ്ക്ക് ആ തീർക്കാൻ വന്ന ആളെ അവർ തീർത്ത് കളയുന്നു. അതേമാതിരി ദുബായിൽ വെച്ചിട്ട് ഒരു 35 വയസ്സ് 36 വയസ്സുള്ള ഒരുത്തൻ ഇതേമാതിരി തന്നെ തർക്കം തീർക്കാൻ വന്നാൽ അവനെ കുത്തിക്കൊല്ലുന്നു. എല്ലാവരും 20 വയസ്സ് തൊട്ടൊരു 50 വയസ്സിനുള്ള ആൾക്കാരാണ് ഒക്കെ മരിച്ചു പോകുന്നത്. പിന്നെ ഒരു പയ്യൻ തന്നെ അവൻ്റെ സിസ്റ്റർ തന്നെ കുത്തിക്കൊന്നിട്ട് അവൻ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് അവൻ സൂയിസൈഡ് ചെയ്യുന്നു. അതേമാതിരി വീണ്ടും ഒരുത്തൻ ഒരു ചുറ്റിക്കെടുത്ത് തലക്കടിച്ചിട്ട് അവൻ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് പോകുമ്പോൾ അവൻ മരിച്ചു പോകുന്നു. അടികിട്ടിയവൻ മരിക്കാൻ കിടക്കുന്നു. കേരളം എവിടേക്കാണ്? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ മാതിരി കേരളം ഭ്രാന്താലയം ഇനിയും ആയിക്കൊണ്ടിരിക്കുകയാണോ? ഒരു സംശയം തോന്നുന്നില്ല. കാരണം കേരളത്തിലെ യൂത്തായാലും ജനങ്ങളായാലും ഇന്ന് കള്ളും കഞ്ചാവും MDMA അങ്ങനെയുള്ള സാധനങ്ങൾ അടിച്ചുകൊണ്ട് ഒരു മദ്യപാനിക്ക് ചിലപ്പോൾ ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റില്ല. വെറുതെ ഒരു മധ്യസ്ഥ പറയാൻ വന്ന ആളെ ചവിട്ടി കൂട്ടിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും വേറെ കാര്യങ്ങളും അവർ ഉപയോഗിച്ചിട്ടുണ്ടാവും. സംശയമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളത് കാഴ്ചക്കാരായി കണ്ട് വീഡിയോയിൽ പകർത്താണ്ട് അവൻ മരിച്ചു പോയ കാരണമാണ് അത് വരാൻ റീൽസായിട്ട്, അല്ലെങ്കിൽ അതുകൊണ്ട് മൈലേജ് ഉണ്ടാക്കാൻ നടക്കണ വൃത്തികെട്ട ആൾക്കാരാണ്. ഇപ്പോൾ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഒരു അപകടത്തിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കാണ്ട് അത് കൂടുതൽ അപകടത്തിലേക്ക് പോയി എല്ലാം സംഭവിച്ചതിന് ശേഷം പിന്നെ പെപ്പർ സ്പ്രേ കൊണ്ടൊന്നും അടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇതാദ്യം ചെയ്യാവുന്ന കാര്യമല്ല. പോലീസിൽ അറിയിക്കുക. പോലീസ് വന്നാൽ ഇവരെന്തായാലും അടി നിർത്തും, ഉറപ്പാണ്. അത് നിങ്ങളെന്താ നിയമത്തിന് വിട്ടുകൊടുക്കാത്തത്? അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ നമ്പർ എടുത്തിട്ട് ആർക്കും അറിയാവുന്ന നമ്പറുകളാണ് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വരും അവർ. എന്തായാലും അവർ ഇറങ്ങുന്നതോടുകൂടി തന്നെ അവരൊക്കെ ഓടിപ്പോകും. അവരവിടെ നിൽക്കില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഇങ്ങനത്തെ ബലിയാടുകൾ, അതുമാതിരി ഇപ്പോൾ ഇവിടെ ഇടുക്കിയിൽ 2 പേര് സുഹൃത്തുക്കൾ തമ്മിൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വഴക്കായപ്പോൾ അവനെ കൊന്നു, ഒരുത്തനെ കൊന്നു. അപ്പോൾ കൊല്ലാന്ന് പറഞ്ഞൊരു പട്ടീനെ കൊല്ലുന്ന ലാഘവം പോലും ഇല്ലാണ്ട് ആൾക്കാരെ ഇങ്ങനെ കൊന്നൊടുക്കുന്നു. മദ്യപാനം, കഞ്ചാവ്, ചരസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മരുന്നുകൾ ആൾക്കാർ മേടിച്ച് ഉപയോഗിച്ചിട്ട് ലക്ക് കെട്ട് എന്താ ചെയ്യുന്നറിയില്ല. ഇപ്പോൾ സമയം 12 മണിയാക്കിയപ്പോൾ 1-2 മണി വരെ ബാറിൻ്റെ ഉള്ളിൽ നിന്ന് കിടന്ന് തിരിയാവുന്ന രീതിയിലായതുകൊണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻസിഡൻസിൽ കൂടി വരികയാണ്. അപ്പോൾ കേരളം ഇങ്ങനെ വളരെ അധപ്പതിച്ച് പോകുന്ന മറ്റ് സ്റ്റേറ്റിലും ഏറ്റവും സാക്ഷരത കൂടുതലും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.